all. My name is NITHIN VARGHESE and I am a teacher at ANTONY'S UPS PAZHOOR. Today we will be learning a new chapter, The Grain as Big as a Hen's Egg, written by the Russian author Leo Tolstoy in 1886. One day, some children found a thing shaped like a grain of corn but as large as a hen's egg. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുട്ടികൾ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർ ഒരു കോഴിമുട്ടയോളം വലുപ്പമുള്ള ചോളത്തിൻ്റെ ഒരു ധാന്യമണി അവർ കണ്ടെത്തിയത്. എ ട്രാവലർ പാസിംഗ് ബൈ സോ ദ തിങ്, ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെന്നി ആൻഡ് ടുക്ക് ഇറ്റ് ടു ദ ടൗൺ, സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് എ ക്യൂരിയോസിറ്റി. അതുവഴി നടന്നുപോയൊരു യാത്രക്കാരൻ ഈ കോഴിമുട്ടയോളം വലുപ്പമുള്ള ധാന്യമണി കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൗതുകമായി. അദ്ദേഹം ഒരു നാണയം നൽകി കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത് സ്വന്തമാക്കി. അതിനുശേഷം അത് ടൗണിൽ കൊണ്ടുപോയി അവിടുത്തെ രാജാവിന് വിൽക്കുകയും ചെയ്തു. The king called together his wise men and told them to find out what the thing was. The wise men pondered and could not make a head or tail of it. രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെല്ലാം വിളിച്ചു ചേർത്ത് ഈ അത്ഭുത വസ്തു എന്താണെന്ന് കണ്ടെത്താൻ അവരോട് ആവശ്യപ്പെട്ടു. The wise men pondered എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എത്ര തലപുകച്ച് ആലോചിച്ചിട്ടും ഈ അത്ഭുത വസ്തു എന്താണെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. Till one day a hen flew in and pecked at it till she made a hole in it, and then everyone saw that it was just a grain of corn. ഒരു കോഴി പറന്നു വന്ന് അതിൽ കൊത്തി ഒരു ഹോൾ ഉണ്ടാക്കിയപ്പോഴാണ് അത് വെറും ഒരു ചോളത്തിൻ്റെ ധാന്യമണിയാണെന്ന് അവർക്ക് മനസ്സിലായത്. At this the king was much surprised, and he ordered the learned men to find out when and where such a corn had grown. The learned men pondered again and searched in their books and could not find nothing about it. രാജാവിന് ആശ്ചര്യമായി. അദ്ദേഹം തൻ്റെ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്ത് എവിടെയാണ് എപ്പോഴാണ് ഇത്രയും വലിയൊരു ചോളത്തിൻ്റെ ധാന്യം കൃഷി ചെയ്തത് എന്ന് കണ്ടെത്താൻ അവരോട് ആവശ്യപ്പെട്ടു. പണ്ഡിതന്മാർ പിന്നെയും തലപുകച്ച് ആലോചിച്ചു, പല ബുക്കുകളും റെഫർ ചെയ്തു. എന്നിട്ടും അവർക്ക് ഈ ധാന്യത്തെപ്പറ്റി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. They returned to the king and said, "We can give you no answer. You will have to ask the peasants. Some of them may have heard from their fathers when and where grain grew to such a size." പണ്ഡിതന്മാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അങ്ങ് കർഷകരോട് ചോദിച്ചു നോക്കൂ. ഒരു പക്ഷേ ഇത്രയും വലിയൊരു ധാന്യത്തെക്കുറിച്ച് അവരുടെ പൂർവികർ അല്ലെങ്കിൽ മുൻ തലമുറക്കാർ പറഞ്ഞു കേട്ട അറിവ് അവരുടെ പക്കലുണ്ടാകും. So the king gave orders that some very old peasant should be brought before him, and his servants found such a man, old and bent, pale and toothless. He just managed with the help of 2 crutches to be in the king's presence. തൻ്റെ കൊട്ടാരത്തിൻ്റെ പരിധിയിലുള്ള ഏറ്റവും പ്രായം ചെന്നൊരു കർഷകനെ തൻ്റെ മുൻപിൽ ഹാജരാക്കാൻ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. അത്തരമൊരാളെ കണ്ടെത്തി. ഓൾഡ് ആൻഡ് ബെൻറ്റ്, നല്ല പ്രായമുണ്ട്, പ്രായം കാരണം കൂനി നടുവ് വളഞ്ഞിരിക്കുന്നു. പെയിൽ ആൻഡ് ടൂത്ത്ലെസ്, വിളറി പല്ലുകൾ പൊഴിഞ്ഞിരിക്കുന്നു. 2 ഊന്നുവടികളുടെ സഹായത്തോടെ അദ്ദേഹം എങ്ങനെയൊക്കെയോ രാജാവിൻ്റെ മുൻപിൽ ഹാജരായി. The king showed him the grain, but the old man could hardly see it. He took it, however, and felt it with his hands. രാജാവ് ഈ വൃദ്ധനായ കർഷകന് ഈ കോഴിമുട്ടയോളം വലുപ്പമുള്ള ധാന്യമണി കാണിച്ചു കൊടുത്തു. പക്ഷേ കാഴ്ചശക്തി കുറവായതിനാൽ അദ്ദേഹത്തിന് ക്ലിയറായി കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും ഈ ധാന്യമണി തൻ്റെ കൈകളിലെടുത്ത് അതിൻ്റെ രൂപവും വലുപ്പവും ഏകദേശം അദ്ദേഹം തിരിച്ചറിഞ്ഞു. Can you tell us, old man, where such grain as this grew? Have you ever bought such corn or sown such in your fields? രാജാവ് കർഷകനോട് ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ധാന്യം കൃഷി ചെയ്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരമൊരു ധാന്യം വാങ്ങുകയോ നിങ്ങളുടെ വയലുകളിൽ വിളവെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said. No, he answered, I have never sown or reaped anything like this in my fields, nor did I buy any such. When we bought corn, the grains were always as small as they are now, but you might ask my father. വൃദ്ധനായ കർഷകൻ രാജാവിനോട് പറയുകയാണ്, ഇല്ല രാജാവേ, എൻ്റെ വയലുകളിൽ ഞാൻ ഇത്രയും വലിയൊരു ചോളം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ ചോളം വാങ്ങിച്ചപ്പോഴും അത് ഇപ്പോഴുള്ളത്രയും തന്നെ ചെറുതായിരുന്നു. അങ്ങ് എൻ്റെ പിതാവിനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. So the king sent for the old man's father. He came walking with 1 crutch. The king showed him the grain, and the old peasant, who was still able to see, took a good look at it.
അങ്ങനെ രാജാവ് നമ്മുടെ കർഷകൻ്റെ അച്ഛനെ കണ്ടെത്താൻ ആളെ അയച്ചു. കർഷകൻ്റെ അച്ഛൻ വെറും ഒരു ഊന്നുവരുടെ സഹായത്തോടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവ് ഈ ധാന്യമണി അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹത്തിന് നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് നല്ല രീതിയിൽ വീക്ഷിച്ചു. രാജാവ് കർഷകൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, ക്യാൻ യു നോട്ട് ടെൽ us ഓൾഡ് men where corn like this used to grow? Have you ever bought any like it or sown any in your fields? ഇത്തരം ചോളം എവിടെയാണ് കൃഷി ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വയലുകളിൽ ഇത്തരം ചോളം വിതയ്ക്കുകയോ കൊയ്യുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ? The old man replied, no, I never sowed or reaped any grain like this in my fields. As to buying, I never bought any, for in my time money was not yet in use. I have, however, heard my father say that in his time the grain grew larger and yielded more flour than ours. ഞാനൊരിക്കലും ചോളം പണം കൊടുത്ത് മേടിച്ചിട്ടില്ല. മാത്രമല്ല എൻ്റെ കാലഘട്ടത്തിൽ നാണയം പോലും ഉപയോഗത്തിലില്ല. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചോളത്തിൻ്റെ വിളവും വലുപ്പവും കൂടുതലായിരുന്നുവെന്ന്. So the king sent for the old man's father. He entered walking easily and without crutches. His eyes was clear, his hearing good, and he spoke distinctly. The old grandfather looked at it and turned it about in his hand. അങ്ങനെ രാജാവ് നമ്മുടെ കർഷകന്റെ മുത്തശ്ശനെ കണ്ടെത്താൻ ആളെ അയച്ചു. മുത്തശ്ശന് വളരെ സുഗമമായി ഊന്നുവടികളുടെ സഹായമില്ലാതെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു, നല്ല കേൾവിശക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ സ്ഫുടമായിരുന്നു. അദ്ദേഹം ഈ ചോളം തൻ്റെ കൈകളിലെടുത്ത് വീക്ഷിച്ചു. It is so long since I saw such a fine grain, said he, and he bit a piece off and tasted it. It's the very same kind, he added. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല വലിപ്പമുള്ള ക്വാളിറ്റിയുള്ളൊരു ധാന്യം ഞാൻ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ധാന്യത്തിൻ്റെ ചെറിയൊരു കഷ്ണം കടിച്ചെടുത്ത് രുചിച്ച് നോക്കി. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് എ വെരി സെയിം കൈൻഡ്. അതെ, ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ ധാന്യം തന്നെയാണ്. Tell me, grandfather, said the king, when and where was such a corn grown? Have you ever bought any like it or sown any in your fields? രാജാവ് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ്, എവിടെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു ചോളം കൃഷി ചെയ്തത്? താങ്കൾ എപ്പോഴെങ്കിലും ഇത്രയും വലിയൊരു ചോളം വാങ്ങുകയോ നിങ്ങളുടെ വയലുകളിൽ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടുണ്ടോ? The old man replied, corn like this used to grow everywhere in my time. I lived on corn like this in my young days and fed others on it. The old man replied, വൃദ്ധനായ മുത്തശ്ശൻ രാജാവിനോട് പറയുകയാണ്, corn like this used to grow everywhere in my time. എൻ്റെ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ചോളം തന്നെയാണ് എല്ലായിടത്തും കൃഷി ചെയ്തത്. I lived on corn like this in my young days. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഭക്ഷിച്ചു വളർന്നത് ഇത്തരം വലിപ്പമുള്ള ചോളം തന്നെയാണ്. മാത്രമല്ല ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തതും ഇതേ ചോളം തന്നെയാണ്. The king asked, tell me, grandfather, did you buy it anywhere or did you grow it all yourself? The old man smiled. രാജാവ് തിരിച്ച് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, ടെൽ മീ ഗ്രാൻഡ്ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവെയർ? പറയൂ മുത്തശ്ശ, നിങ്ങൾ ഈ വലിയ ചോളം എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ? ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? അതോ നിങ്ങൾ സ്വന്തമായി കൃഷി ചെയ്തതാണോ? അപ്പോൾ ഈ ചോദ്യം കേട്ട് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇൻ മൈ ടൈം, ഹി ആൻസേർഡ്, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിംഗ് ബ്രെഡ്, ആസ് വി ന്യൂ നത്തിങ് ഓഫ് മണി. ഈച്ച് മെൻ ഹാഡ് കോൺ ഇനഫ് ഓഫ് ഹിസ് ഓൺ. മുത്തശ്ശൻ പറയുകയാണ്, എൻ്റെ കാലഘട്ടത്തിൽ ഭക്ഷണം, അതായത് ചോളം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. മാത്രമല്ല ഞങ്ങളതൊരു പാപമായി തന്നെ കരുതിയിരുന്നു. വി ന്യൂ നത്തിങ് ഓഫ് മണി, ഞങ്ങൾക്ക് പണത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഈച്ച് മെൻ ഹാഡ് ഇനഫ് ഓഫ് കോൺ ഫോർ ഹിസ് ഓൺ, എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ധാന്യം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ടെൽ മീ ഗ്രാൻഡ്ഫാദർ, ആസ്ക്ഡ് ദ കിങ്, വേർ വാസ് യുവർ ഫീൽഡ്? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? ആൻഡ് ദ ഗ്രാൻഡ്ഫാദർ ആൻസേർഡ്. മുത്തശ്ശൻ്റെ മറുപടി കേട്ട് ആശ്ചര്യപ്പെട്ട് രാജാവ് ചോദിക്കുകയാണ്, വേർ വാസ് യുവർ ഫീൽഡ്? നിങ്ങളുടെ വയൽ എവിടെയായിരുന്നു? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? നിങ്ങൾ എവിടെയാണ് ഇത്രയും വലിയ ചോളം കൃഷി ചെയ്തിരുന്നത്? മുത്തശ്ശൻ തൻ്റെ പഴയ ഓർമ്മകളിൽ മുഴുകി വളരെ സന്തോഷത്തോടെ മറുപടി പറയുകയാണ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. വെനെവർ ഐ പ്ലോഡ് ദർ വാസ് മൈ ഫീൽഡ്. ലാൻഡ് വാസ് ഫ്രീ. ഇറ്റ് വാസ് എ തിങ് നോ മെൻ കോൾഡ് ഹിസ് ഓൺ. Labor was the only thing that men called their own.
ദൈവത്തിൻ്റെ ഈ ഭൂമി തന്നെയായിരുന്നു എൻ്റെ വയൽ. ഞാൻ എവിടെയൊക്കെ കൃഷി ചെയ്തുവോ അതെല്ലാം എൻ്റെ വയലായിരുന്നു. ഭൂമി തികച്ചും സൗജന്യമായിരുന്നു. ഈ ഭൂമി ആരുടെയും സ്വന്തമായിരുന്നില്ല. തൻ്റെ ഭൂമിയിലെ ജോലി മാത്രമാണ് ഓരോരുത്തരും സ്വന്തമായി കരുതിയിരുന്നത്. Answer me 2 more questions, said the king. The first is, why did the earth bear such a grain then and has ceased to do so now? And the second is, രാജാവ് മുത്തച്ഛനോട് പറയുകയാണ്, എൻ്റെ 2 ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ എനിക്ക് ഉത്തരം നൽകണം. ആദ്യത്തേത്, why did the earth bear such grain then and ceased to do so now? എന്തുകൊണ്ടാണ് ഭൂമി നിങ്ങളുടെ കാലഘട്ടത്തിൽ അത്രയും വലിയ ധാന്യം നിങ്ങൾക്ക് നൽകി, പക്ഷെ ഇപ്പോൾ അത്തരം ധാന്യങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ലഭിക്കാത്തത്? രണ്ടാമത്തെ ചോദ്യം, വൈ യുവർ ഗ്രാൻഡ് സൺ വാക്സ് വിത്ത് 2 crutches, യുവർ സൺ വിത്ത് 1 ആൻഡ് യു യുവർ സെൽഫ് വിത്ത് നൺ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൊച്ചുമകൻ 2 ഊന്നുവടികളുടെ സഹായത്തോടെ നടക്കുന്നത്, നിങ്ങളുടെ മകൻ 1 ഊന്നുവടിയുടെ സഹായത്തോടെയും നിങ്ങൾ യാതൊരു ഊന്നുവടിയും കൂടാതെ സുഗമമായി നടക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ? Your eyes are bright, your teeth sound, and your speech clear and pleasant to the ear. How have these things come about? രാജാവ് പറയുകയാണ്, യുവർ ഐസ് ആർ ബ്രൈറ്റ്, യുവർ ടീത്ത് സൗണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ട്, നിങ്ങളുടെ പല്ലുകളും നല്ലതാണ്. യുവർ സ്പീച്ച് ക്ലിയർ ആൻഡ് പ്ലസന്റ് ടു ദ ഇയർ. നിങ്ങളുടെ സംഭാഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം വളരെ ക്ലിയറും കാതുകൾക്ക് ഇമ്പം നൽകുന്നതുമാണ്. ഹൗ ഹാവ് ദീസ് തിങ്സ് കം അബൌട്ട്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? And the old men answered, these things are so because men have ceased to live by their own labor. നമ്മുടെ വൃദ്ധനായ മുത്തശ്ശൻ മറുപടി പറയുകയാണ്, നമ്മുടെ ഈ ചോളത്തിൻ്റെ ധാന്യമണികളുടെ വലുപ്പം കുറഞ്ഞതും അതേപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യം കുറഞ്ഞതിനെല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. പണ്ട് എൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ നന്നായി അധ്വാനിക്കുമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്വന്തമായി അധ്വാനിക്കുന്ന പ്രവണത ജനങ്ങൾ നിർത്തിയിരിക്കുന്നു. And have taken to depending on the labor of others. In the old time, men lived according to God's law. ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ സ്വന്തമായി അധ്വാനിക്കാതെ ജോലികൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. എൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ്. അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് മണ്ണിൽ അധ്വാനിച്ച് സ്വന്തമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ പ്രകൃതി നമുക്ക് നല്ല വിളവും തന്നിരുന്നു. They had what was their own and coveted not what others had produced. അന്നത്തെ കാലത്ത് ജനങ്ങൾ അവർക്കുണ്ടായിരുന്ന സമ്പത്തും ധാന്യങ്ങൾ കൊണ്ടും അവർ തൃപ്തരായിരുന്നു. ഒരിക്കലും മറ്റുള്ളവരുടെ സ്വത്തോ സമ്പത്തോ ധാന്യങ്ങളോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. വളരെ വലിയ ഒരു ഗുണപാഠമാണ് ഈ പാഠം നമുക്ക് നൽകുന്നത്. സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക് മാധുര്യമുണ്ടാകും. മാത്രമല്ല ഈ വിജയങ്ങൾ എക്കാലവും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും.